എൻ്റെ പേര് സുധിലാൽ എന്നാണ്. ഞാൻ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക 18 മാസം ഉണ്ടായിരുന്നുവെന്ന് തോമസ് ഐസക്കും CPM-ഉം പ്രചരിപ്പിക്കുന്നത് സത്യമാണോ? അല്ല എന്നാണ് ഉത്തരം. വെറും 4 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. എന്താണ് അതിൻ്റെ തെളിവ്? 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതിന് തോമസ് ഐസക് ഇട്ട 3 അമ്മമാരുടെ 2016 ഓഗസ്റ്റിലെ പെൻഷൻ സ്ലിപ്പ് തന്നെയാണ് അതിൻ്റെ തെളിവ്. ഈ ഫോട്ടോയിലെയാണ് 3 അമ്മമാർ. അതിൽ ഒന്ന് പാലക്കാട് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ പാത്തുമ്മ. പാത്തുമ്മയുടെ പെൻഷൻ ID 1081-402-00063. പാത്തുമ്മയുടെ വിവരങ്ങൾ ഇതിൽ പരിശോധിക്കുമ്പോൾ പാത്തുമ്മയ്ക്ക് 2015 ഫെബ്രുവരി മുതൽ 2015 ആഗസ്റ്റ് വരെ 1200 രൂപ വീതം അവരുടെ പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതായി കാണാം. അതിനുശേഷം 2015 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയുള്ള കാലയളവിൽ അവർക്ക് ചെക്കായി അവരുടെ പെൻഷൻ കിട്ടിയതായും കാണാം. ചെക്ക് നമ്പരും ഡേറ്റും ഈ സൈറ്റിലുണ്ട്. അതിനുശേഷം 2016 ജനുവരി മുതൽ അവർക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് ഇതിൽ കാണാം. 2016 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇതിൽ 2016 മെയ് 25-നാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ CPM-ൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടിശ്ശിക 2016 ജനുവരി മുതൽ 2016 ഏപ്രിൽ വരെയാണ്. ഒരാളുടെ പെൻഷൻ ID കൂടി നമുക്ക് നോക്കാം. 1047-502-00096 തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സത്യഭാമയുടെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനാണിത്. സത്യഭാമയ്ക്കും 2015 ഫെബ്രുവരി മുതൽ 2015 ഓഗസ്റ്റ് വരെ അവരുടെ അക്കൗണ്ടിൽ 600 രൂപ വീതം ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം അവർക്ക് ചെക്ക് ലഭിച്ചു. ചെക്ക് നമ്പറും ഡേറ്റും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 2016 ജനുവരിയിലും 2016 ഫെബ്രുവരി, മാർച്ചിലും അവർക്ക് പണം ലഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സത്യഭാമയ്ക്ക് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുടിശ്ശിക 3 മാസം മാത്രമാണ്. അപ്പോൾ സഹാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെറും 4 മാസത്തെ കുടിശ്ശികയെ ഉള്ളായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പാത്തുമ്മയെ പോലുള്ളവർക്ക് പിണറായി വിജയൻ 2016 ഓഗസ്റ്റ് മാസത്തിൽ 15,000 രൂപ നൽകിയത്? ഉത്തരം വളരെ ലളിതമാണ്. 2016 ജനുവരിയിൽ പാത്തുമ്മയ്ക്ക് ലഭിച്ചിരുന്നത് 1200 രൂപയാണ് ഒരു മാസം. അങ്ങനെ 3 മാസത്തെ പെൻഷൻ 3600 രൂപ. 75 വയസ്സ് കഴിഞ്ഞവർക്ക് 1200-ൽ നിന്ന് ഏപ്രിൽ മുതൽ 1500-ആക്കി ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചിരുന്നതുകൊണ്ട് പാത്തുമ്മയ്ക്ക് ഏപ്രിൽ മാസം മുതൽ 1500 രൂപ ലഭിച്ചു. അത് സെപ്റ്റംബർ മാസം വരെ 1500-ആക്കി നമ്മൾ കണക്കാക്കുമ്പോൾ സെപ്റ്റംബർ മാസം വരെ 1500 രൂപയായി കണക്കാക്കുമ്പോൾ 6 മാസത്തേക്ക് 9000 രൂപയും, അങ്ങനെ 9000 പ്ലസ് 3600 12600 രൂപയും ലഭിച്ചു. 15,000-ൽ നിന്ന് 12600 പോയാൽ ബാക്കി ഉള്ളത് വെറും 2400 രൂപ. ഇത് വിവിധ ഘട്ടങ്ങളിൽ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ പാത്തുമ്മയ്ക്ക് ലഭിക്കാതെ പോയ അരിയറാണ് ഈ തുക. ഇങ്ങനെയാണ് പാത്തുമ്മയെ പോലുള്ള 100 കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ 15,000 രൂപ ലഭിക്കുന്നത്. ഇതിൽ 4 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെയും 5 മാസത്തെ കുടിശ്ശിക പിണറായി വിജയൻ്റെയുമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പെൻഷൻ വിഷയത്തിൽ തോമസ് ഐസക്കും CPM-ഉം കള്ളപ്രചരണം നിർത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.